നമ്മുടെ ഇന്നത്തെ യാത്ര പകുതി കഴിയുന്നു. അപ്പോൾ ഇനി കഴിച്ചിട്ട് പോകാം എന്നാണ് സലീം മാലിക് പറയുന്നത്. സലീം ഏതോ ഒരു സ്ഥലമല്ല, അത്യാവശ്യം ഫേമസ് ആയ ഒരിടമാണ്. പക്ഷേ തിരുവനന്തപുരത്തുകാർക്കാണ് വളരെ പരിചിതമായ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണെന്ന് സലീം പറയുന്നു. അവിടെ നമ്മളെ കാത്തിരിക്കുന്നവർക്കും വിശപ്പായിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തുകാർക്ക് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ആ ഭക്ഷണശാലയിലേക്കാണ് നമ്മൾ പോകുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ കരമനയിലുള്ള ഗുഡ് മോർണിംഗ് ഹോട്ടലിലേക്ക് ഒന്ന് പോയി വരാം. അവിടുത്തെ ഏറ്റവും ഡിമാൻഡുള്ള വിഭവങ്ങൾ എന്തൊക്കെയെന്ന് കണ്ട് രുചിച്ചറിഞ്ഞു വരാം. കളിയാ വിശക്കുന്നു, കഴിക്കാൻ പോവാം. ഗുഡ് മോർണിംഗ് പോളിയാ. അവിടെ ക്യൂ നൂപ്പാട് വരും. ക്യൂ എന്നാൽ അതിനുള്ള ഉണ്ടല്ലേ, പോവാം. എവിടെയായിരുന്നു കട? എവിടെ പോയടാ? എന്റെ ഐഡിയ പോയി. നിന്റെ ഐഡിയ നിന്നെ പട്ടി. ആരുടെ ചോദിക്കാം. ഇവിടെ ഹോട്ടൽ ഇല്ലായിരുന്നോ? ഓ, ഇത് ആ ഹോട്ടൽ ഇപ്പൊ എവിടെയൊക്കെ മാറ്റിയോ? ഓക്കെ. ഗുഡ് മോർണിംഗ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ഇല്ലായിരുന്നു, അതിപ്പോ എവിടെ പോയി? അത് ഇവിടെ നമ്മൾ പോയിട്ട് SBI ബാങ്ക് അറിയാമല്ല, കരമനയിൽ അങ്ങോട്ട് കയറുമ്പോൾ SBI ബാങ്ക് ഉണ്ട്. ആ ബാങ്കിനോട് ചേർന്ന്. ഓ, ബാങ്ക് കഴിഞ്ഞ ഉടനെ. ഓക്കെ, ശരി. 1979 കരമന സ്വദേശിയായ അമീർ ഹംസ തുടങ്ങിയ ചെറിയൊരു കടയാണ്. 10 പേർക്ക് മാത്രം ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന കട. രാവിലെ 10:30 വരെ മാത്രമായിരുന്നു ഭക്ഷണം. അങ്ങനെ കടയുടെ പേര് ഗുഡ് മോർണിംഗ് എന്നായി. ഒരിക്കൽ കഴിച്ചവർ പലരോട് പറഞ്ഞു. അങ്ങനെ പേരും പെരുമയുമായി. പോയിട്ട് വരണതാണ്. നമസ്കാരം. നമ്മളെ പഴയ സ്ഥലത്ത് പോയായിരുന്നു, പഴയ കടയിൽ പോയായിരുന്നു. അപ്പോഴാണ് പറഞ്ഞു ഇങ്ങോട്ട് മാറ്റിയത്. നമുക്കിവിടെ 2 മാസം ആയതേ ഉള്ളൂ. നമുക്ക് പഴയ കട വന്നിരുന്നത് റെയിൽവേയുടെ സ്ഥലമെടുപ്പിന്റെ ഭാഗമായിട്ട് അത് പോയായിരുന്നു. അപ്പോൾ അവരവിടെ ബ്രിഡ്ജ് വരുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 മാസമായി. ഇപ്പോൾ കുറച്ച് അത്യാവശ്യം സിറ്റിംഗ് കപ്പാസിറ്റി കൂട്ടി. പഴയത് കുറച്ച് സൗകര്യം കുറവായിരുന്നു. ഇപ്പോൾ നമുക്ക് കിച്ചനൊക്കെ കുറച്ചും കൂടി സൗകര്യമാക്കി. அதனடா உங்கள் ஊருக்காரங்க புரோட்டா பீஃப் கறினா அவ்வளோ அலையிறீங்க? അലയും ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരമാണ്. കുഞ്ചാലുമൂട്ടിൽ നിന്നും കരമനയിലേക്ക് കടമാറ്റിയപ്പോൾ തിരക്ക് കുറഞ്ഞില്ല. പക്ഷേ കടയ്ക്ക് പുറത്തുണ്ടായിരുന്ന നീണ്ട ക്യൂ ഇല്ലാതായി. ആവശ്യത്തിന് ഇരിപ്പിടങ്ങളും ജീവനക്കാരുമായതോടെ കഴിക്കാനെത്തുന്നവർക്ക് വേഗത്തിൽ കഴിച്ചു മടങ്ങാം. ഇങ്ങനെ ക്യൂ ഒക്കെ നിന്ന് കഴിക്കാനും വേണ്ടിയുണ്ടോ എന്ന് കരുതുന്നവർ ഉണ്ടാവും. ഒരിക്കൽ കഴിച്ചവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അത് ചേട്ടാ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണോ? അതെ, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എന്താ ഇവിടുത്തെ ഒരു പ്രത്യേകത? നല്ല ടേസ്റ്റാണ്. സ്ഥിരം വരുന്നതിൻ്റെ കാര്യം? സ്ഥിരം വരുന്നതിൻ്റെ പൊറോട്ടയും ബീഫുമാണ് ഇവരുടെ മെയിൻ സംഭവം. ബീഫ് കറി അടിപൊളിയാണ്, ഗംഭീരമാണ്, ഒന്നും പറയാനില്ല. അതിന് മുന്നേ അവർക്ക് വേറൊരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു അവിടെ. അവിടെയും പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെയും വരാറുണ്ട്. അതെ, ഗംഭീരമാണ്. ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? ഇത് തന്നെയാണ്. ഞാൻ ബീഫും ഈ ചിക്കൻ ബീഫ് പരട്ടും പൊറോട്ട തന്നെയാണ് ഞാൻ കഴിക്കാറ് എപ്പോഴും. 45 വർഷത്തെ പാരമ്പര്യമുള്ള കടയുടെ ഇപ്പോഴത്തെ നടത്തിപ്പുകാരൻ അമീർ ഹംസയുടെ മകൻ ഷിബു അമീറാണ്. വിറകടുപ്പിലാണ് പാചകം എന്നതാണ് പ്രത്യേകത. അതിനും വേണ്ടി വിഭവങ്ങൾ ഈ കടയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. 6 കഴിക്കാൻ പൊറോട്ടയും ഇടിയപ്പവും, കറി ബീഫ് പെരട്ടും ബീഫ് ഫ്രൈയും, പിന്നെ പപ്പടവും കട്ടനും. ഡിമാൻഡ് ബീഫ് പെരട്ടിനാണ്. അമ്പോ രുചി വീരൻ. നമ്മൾ കൂടുതലും വിറകടുപ്പിലാണ് ചെയ്യുന്നത്. വിറകടുപ്പിൽ തന്നെ നമ്മൾ ഒരു ഹാഫ് വേവ് കുക്കറിൽ വേവിച്ചിട്ട് ബാക്കിയുള്ള ഒരു 3/4 മണിക്കൂർ വിറകിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ മസാലയൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് പൊടിച്ചെടുക്കുന്ന മസാല തന്നെയാണ്. പുറത്തുനിന്നുള്ള മസാല പരിപാടിയൊന്നുമില്ല. പിന്നെ ഫുൾ നാച്ചുറലായിട്ടുള്ള ഇത്. അത് നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ അഡീഷണലായിട്ടൊന്നും ചേരുന്നില്ല. പിന്നെ നമ്മളെ മസാലയുടെ ഇതെന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായി പൊടിക്കുന്ന മസാലയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്തായാലും ടേസ്റ്റ് ഉണ്ട്. പിന്നെ വിറകും കൂടെ ആകുമ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാകും. അല്ലാതെ വേറെ പുറമേ നമ്മൾ അങ്ങനെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി വേറൊരു സാധനം ഇതിൽ ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ 5-6 പേര് ചേർന്നാണ് ചെയ്യുന്നത്. പിന്നെ വിറകായതുകൊണ്ട് ആൾക്കാർ കൂടുതൽ നിൽക്കത്തില്ല, ഇതിൽ മുടി നിൽക്കത്തില്ല. പിന്നെ നമ്മൾ പിന്നെ 5-6 വർഷം കൊണ്ട് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇത് നമ്മളെ മുതലാളി അടുത്തുണ്ട്. മുതലാളി നമ്മളെ കൂടെ കട്ടയ്ക്ക് നിന്നോളും, ഒന്നും പേടിക്കാനില്ല. മുതലാളി തൊഴിലാളി എന്നുള്ള ബന്ധം പോലും നമ്മളെ മുന്നിലില്ല. എടാപ്പോടാ ബന്ധമാണ് നമ്മളെ മുന്നിൽ. ഗ്യാസൊക്കെ ആണെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ നിൽക്കാം. ഇതിൽ പിന്നെ അങ്ങനെ നീക്കിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഒരു മാട് എടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു 150 വരും, ചിലപ്പോൾ 200 വരും, ചിലപ്പോൾ 220 വരും. ഓരോ ദിവസത്തെ മാട് പോലെ ഇരിക്കും നമ്മൾ ചെയ്യുന്നത്. ഒറ്റ മാടാണ്.
ഫ്രൈക്ക് വേണ്ടി ഒരു 50 കിലോയ്ക്ക് അത് എടുക്കുള്ളൂ ഫ്രൈ. ബാക്കിയെല്ലാം പുരട്ടി തന്നെ കുറച്ച് ചെയ്യുള്ളൂ. നമുക്ക് ബീഫ് പുരട്ടി തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വർഷങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്നത് ബീഫ് പുരട്ടാണ്. ഫ്രൈ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 മാസം കൊണ്ടേ ഫ്രൈ ചെയ്യാൻ തുടങ്ങിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ട് 50, എന്നിട്ടും 2 മാസമായിട്ട് പോലും നമുക്ക് 50 കിലോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് സാധനങ്ങൾ വന്നിട്ടുണ്ട്. പെരട്ട്, ബീഫ് ഫ്രൈ, പൊറോട്ട. നമ്മൾ കഴിച്ചു തുടങ്ങാം. പലതവണ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ രുചിയെക്കുറിച്ചൊന്നും നമ്മളിനി കഴിച്ച് ടേസ്റ്റ് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഗംഭീര രുചിയാണ്. അതേ രുചി തന്നെ ഇപ്പോഴും ഉണ്ടാകും, പുതിയ കടയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് തുടങ്ങാം. പഴയ രുചിക്ക് ഒരു കുറവില്ല, അടിപൊളി. നേരത്തെ പറഞ്ഞ കട്ടൻ അതൊരു 1.5 കട്ടനാണ്. ഒന്ന് കുടിച്ചവർ വീണ്ടും വീണ്ടും വാങ്ങി കുടിക്കുന്ന സ്പെഷ്യൽ കട്ടൻ. കട്ടൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ മസാല ചേർക്കുന്നുണ്ട്, പൊടി. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി ചേർക്കുന്നുണ്ട്, പുതിന ഇല ചേർക്കുന്നുണ്ട്. ബാക്കി സാധാരണ തേയില, പഞ്ചസാര അങ്ങനെയുള്ളത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കൂട്ട് മസാല എന്ത് പട്ടയാണ് അല്ലേ? പട്ടയാണ്, മസാല പട്ടയാണ്. ഓരോ സുലൈമാനിയിലും ഒരിത്തിരി മുഹബത്ത് വേണം. അതിതിലുണ്ട്. ഇതിൽ മാത്രമല്ല, കൊടുക്കുന്ന 6 ഐറ്റത്തിലും ആ മുഹബത്തുണ്ട്. വയറും മനസ്സും നിറയ്ക്കുന്ന മുഹബത്ത്. ക്യാമറാമാൻ മനീഷ് വി എസിനും ശ്രീജുവിനുമൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം.